Good afternoon, all. Today we are going to start our new chapter Redemption of Debentures. Redemption of debentures simply means repayment of debentures. It is the discharging of the liability on account of debentures. They may be redeemed at par or at premium. അപ്പോൾ റിഡംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കമ്പനി ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് ക്യാഷ് വാങ്ങിയിട്ടുണ്ടല്ലേ, അങ്ങനെയാണ് അവർ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആവുന്നത്. അപ്പോൾ ഡിബഞ്ചർ എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും ഒരു ലാബിലിറ്റിയാണ്, അതായത് ഡെറ്റ് ക്യാപിറ്റലാണ്. ഈക്വിറ്റി എന്ന് പറയുമ്പോൾ അത് ഓൺഡ് ക്യാപിറ്റലാണ്. ഈക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ അത് കമ്പനിയുടെ ഓണേഴ്സാണ്. പ്രിഫറൻസ് ഷെയർസ് ആണെന്ന് പറയുമ്പോഴും ഒരു പ്രിഫറൻഷ്യൽ റൈറ്റ് വെച്ചിട്ട് അവരും കമ്പനിയുടെ ഓണേഴ്സാണ്. പക്ഷേ ഡിബഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ അതൊരു കടം വാങ്ങിയതുപോലെയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ എന്ത് ചെയ്യണം? അത് എപ്പോഴെങ്കിലും തിരിച്ചു കൊടുക്കണം. അങ്ങനെ തിരിച്ചു കൊടുക്കുന്നതിന് റീപേയ്മെൻറ്റ് ഓഫ് ഡിബഞ്ചേഴ്സിനെയാണ് നമ്മൾ റിഡംഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദ ഡിസ്ചാർജിങ് ഓഫ് ദ ലാബിലിറ്റി ഓൺ അക്കൗണ്ട് ഓഫ് ഡിബഞ്ചേഴ്സ്. ദേ മേ ബി റെഡീംഡ് അറ്റ് പാർ ഓർ അറ്റ് പ്രീമിയം. നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പം പാറിലും പ്രീമിയത്തിലൊക്കെ ഇഷ്യൂ ചെയ്യുന്നില്ലേ, അതേപോലെ തന്നെ റെഡീം ചെയ്യുമ്പോഴും എന്തിൽ ചെയ്യും? പാറിലും ചെയ്യും, അതേപോലെ പ്രീമിയത്തിലും റെഡീം ചെയ്യും. ഇനി നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസ്കൗണ്ട് ഓർ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്തുണ്ടായിട്ടുള്ള ഡിസ്കൗണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലോസ് അതെങ്ങനെ ട്രീറ്റ് ചെയ്യും? കാരണം നമ്മൾ റിഡീം ചെയ്യുന്നതിന് മുന്നേ അതൊക്കെ സെറ്റിൽ ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. Discount or loss on issue of debentures and premium on redemption are capital losses. Being losses, they are to be written off. ഈ ഒരു ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പം ഡിസ്കൗണ്ടിൽ ചെയ്യുക, അതേപോലെ റിഡീം ചെയ്യുമ്പം പ്രീമിയത്തിൽ ചെയ്യുക. പ്രീമിയത്തിൽ റിഡീം ചെയ്യുക എന്ന് പറയുമ്പം 10 രൂപ വിലയുള്ള ഒരു ഡിബഞ്ചർ നമ്മൾ 12 രൂപയ്ക്കാണ് തിരിച്ചെടുക്കുന്നതെങ്കിൽ ആ 2 എന്ന് പറയുന്നത് അവിടെ പ്രീമിയമാണ്. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതൊരു നഷ്ടമാണ്, അതൊരു ക്യാപിറ്റൽ ലോസസ് ആണ്. അപ്പോൾ ലോസ് ആയതുകൊണ്ട് തന്നെ ദേ ആർ ടു ബി റിട്ടേൺ ഓഫ്. They should be written off against capital profits, capital reserves, securities premium reserve. They can also be written off against profit and loss or surplus. അതായത് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻസ് ആയിട്ട് കാണുമ്പോൾ നമുക്ക് എന്തിൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് എന്നൊക്കെ അത് റൈറ്റ് ഓഫ് ചെയ്യാം. സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് എന്ന് റൈറ്റ് ഓഫ് ചെയ്യാം. പിന്നെ നമുക്കത് ചില കേസിൽ എന്തായിട്ട് കാണാം? ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നുള്ള കാറ്റഗറിയിൽ കംപ്ലീറ്റ് ക്യാപിറ്റൽ അല്ലാതെ ഒരു ഡെഫേർഡ് രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന, അതായത് റവന്യൂവിൻ്റെയും ക്യാപിറ്റലിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു എക്സ്പെൻഡിച്ചർ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്താൽ നമുക്കത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ സർപ്ലസിൽ നിന്നും റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ലോസ് ഓൺ ഇഷ്യൂ റൈറ്റ് ഓഫ് ചെയ്യുന്ന ജേണൽ എൻട്രീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇഫ് ഡിസ്കൗണ്ട് ഓർ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ഈസ് റിട്ടേൺ ഓഫ് എഗെയിൻസ്റ്റ് ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് ഓർ ക്യാപിറ്റൽ റിസർവ്സ് ഓർ സെക്യൂരിറ്റീസ് പ്രീമിയം, ദ ജേണൽ എൻട്രി വിൽ ബി ക്യാപിറ്റൽ പ്രോഫിറ്റ്സ്, ക്യാപിറ്റൽ റിസർവ്സ് ഓർ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ ടു ഡിസ്കൗണ്ട് ഓർ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. ഇനിയിപ്പോൾ സെക്കൻഡ്, ഇത് നമ്മൾ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അത് റൈറ്റ് ഓഫ് ചെയ്യുമ്പോഴുള്ള എൻട്രി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിസ്കൗണ്ട് ഓർ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. When it is decided to write off discount or loss on issue of debentures against revenue profits, it can be done in 2 ways. അതായത് നമ്മളിപ്പം ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് റൈറ്റ് ഓഫ് ചെയ്യുന്നതെങ്കിൽ അത് 2 രീതിയിൽ 2 മെത്തേഡിൽ ചെയ്യാം എന്നാണ് പറയുന്നത്. ആ 2 മെത്തേഡ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അത് ഉപയോഗിച്ചിട്ടാണ് റൈറ്റ് ഓഫ് ചെയ്യുന്നതെങ്കിൽ 2 രീതി ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. Under this method, debentures are repayable in lump sum at the end of fixed period. Under this method, an equal amount of discount or loss on issue of debenture is written off to statement of profit and loss account every year during the lifetime of the debentures. അപ്പോൾ മനസ്സിലാക്കുക ഇവിടെ എങ്ങനെയാണ് ഡിസ്കൗണ്ട് ഓർ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ട്രീറ്റ് ചെയ്യുന്നത്. ഓരോ വർഷവും, ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു 100 രൂപ ലോസ് വന്നിട്ടുണ്ട്, ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ലോസ് വന്നിട്ടുണ്ട്. 10 വർഷം കൊണ്ടിട്ട് നമുക്ക് ആ ഡിബഞ്ചർ റിഡീം ചെയ്യണം. 10 വർഷം കഴിഞ്ഞിട്ടാണ് റിഡീം ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോ വർഷവും 100 ഡിവൈഡഡ് ബൈ 10 എടുത്തിട്ട് ഓരോ വർഷവും എന്ത് ചെയ്യും? 10 രൂപ വെച്ചിട്ട്
റൈറ്റ് ഓഫ് ചെയ്യും. ആ ഒരു മെത്തേഡാണ് എന്ത് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. ദിസ് ഈസ് ബിക്കോസ് ഈച്ച് ഓഫ് ദീസ് ഇയേഴ്സ് എൻജോയ്സ് ഈക്വൽ ബെനിഫിറ്റ് ഫ്രം ദി ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. അപ്പോൾ ഇവിടെ എങ്ങനെ കണ്ടെത്താൻ നോക്കാം. എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട് ടു ബി റിട്ടേൺ ഓഫ് ആനുവലി ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ ലൈഫ് ഓഫ് ഡിബഞ്ചേഴ്സ്. ടോട്ടൽ എത്ര ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട് ഡിവൈഡഡ് ബൈ ലൈഫ് ഓഫ് ഡിബഞ്ചേഴ്സ്. ഇതിനെ ദിസ് മെത്തേഡ് ഈസ് ഓൾസോ കോൾഡ് ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. ഈ ഒരു ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിന് ഒരു പേരും കൂടെ പറയുന്നുണ്ട്. അതാണ് എന്ത് ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. സിമ്പിളായിട്ട് ആലോചിക്കുക എങ്ങനെയാണ്. ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് സെയിം ആയിരിക്കും. എത്ര വർഷം ലൈഫ് ഉണ്ടോ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡിസ്കൗണ്ട്. ഇനി സെക്കൻഡ് മെത്തേഡ് നോക്കാം. സെക്കൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡാണ്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് വെൻ ഡിബഞ്ചേഴ്സ് ആർ പേയബിൾ ബൈ ഇൻസ്റ്റാൾമെൻറ്റ്സ്. അണ്ടർ ദിസ് മെത്തേഡ് the total amount of loss or discount is written off in the ratio of the amount of debentures outstanding at the ബിഗിനിങ് ഓഫ് ഈച്ച് ഇയർ. ഫസ്റ്റ് മെത്തേഡിൽ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ ഡിബഞ്ചർ റിഡ്യൂം ചെയ്യുന്നത് ഒരു പീരീഡ് കഴിയുമ്പോൾ, അതായത് 10 വർഷം കഴിഞ്ഞിട്ട് റിഡ്യൂം ചെയ്യുക, അങ്ങനെയാണ്. പക്ഷേ ഇവിടെ ഫ്ലക്ച്വേറ്റിംഗ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ എന്താണ്, വെൻ ഡിബഞ്ചേഴ്സ് ആർ റീപേയബിൾ ബൈ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഘട്ടം ഘട്ടമായിട്ട് ഡിബഞ്ചേഴ്സ് റീപേ ചെയ്യുന്ന സിറ്റുവേഷൻസിലാണ് നമ്മൾ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ അല്ലെങ്കിൽ ലോസ് ഓൺ ഇഷ്യൂ റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലക്ച്വേറ്റിംഗ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പം ഘട്ടം ഘട്ടമായിട്ട് പേ ചെയ്യുമ്പോൾ ഓരോ എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞാലും പിന്നെ എത്ര ഡ്യൂ ഉണ്ട് അതിൻ്റെത് മാത്രം ഓരോ സമയത്ത് റൈറ്റ് ഓഫ് ചെയ്യാം. In this way, the year having the largest benefit from the debenture also bears the largest proportion of the discount. This method is called proportionate benefit method or variable installment method. അപ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിന് രണ്ട് പേരും കൂടെ പറയും. ഏതൊക്കെയാണ്? പ്രപ്പോർഷനേറ്റ് ബെനിഫിറ്റ് മെത്തേഡ് അല്ലെങ്കിൽ വാരിയബിൾ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. Under both methods, the discount or loss on issue of debentures is not completely written off in the year in which the debentures are issued. This is because the benefits to be derived from the issue will continue till the debentures are redeemed. അപ്പോൾ രണ്ട് കേസിലാണെങ്കിലും, ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിലാണെങ്കിലും ഫ്ലക്ച്വേറ്റിംഗ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിലാണെങ്കിലും ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന ഇയർ തന്നെ ആ ഡിബഞ്ചറിൽ വന്നിട്ടുള്ള ലോസ് ഓൺ ഇഷ്യൂ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുന്നില്ല. കാരണം എന്താണ്? ആ ഡിബഞ്ചർ കൊണ്ടുള്ള ബെനിഫിറ്റ് കമ്മിങ് ഇയേഴ്സിലുണ്ട്, ഒറ്റ വർഷത്തേക്കല്ല. അപ്പം എത്ര വർഷത്തേക്ക് ആ ബെനിഫിറ്റ് ഉണ്ടോ അതിൽ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് ചെയ്യുന്നതാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ്. ഫ്ലക്ച്വേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ ഡിബഞ്ചർ റെഡീം ചെയ്യുന്നത് ഇൻസ്റ്റാൾമെൻറ്റ് ഘട്ടം ഘട്ടമായിട്ടാണ്. അപ്പോൾ ഓരോ ഘട്ടത്തിൽ റെഡീം ചെയ്യുന്നതിനനുസരിച്ച് ആ ഒരു ഓപ്പണിംഗ് ബാലൻസ് വെച്ചിട്ട് റൈറ്റ് ഓഫ് ചെയ്യുന്നതാണ് എന്ത്? ഫ്ലക്ച്വേറ്റിംഗ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. അപ്പോൾ അത് കൂടുതൽ നമുക്കതിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും.